ഗാസയിൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന മെലിഞ്ഞ ഇസ്രായേലി ബന്ദികളുടെ അസ്വസ്ഥമായ പുതിയ ദൃശ്യങ്ങൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ അടിയന്തര യോഗം വിളിക്കാൻ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചു. ഇവിതാർ ഡേവിഡ് ഉൾപ്പെടെയുള്ള ബന്ദികൾ ഗുരുതരാവസ്ഥയിലാണെന്ന് വീഡിയോയിൽ കാണിക്കുന്നു. അവരിൽ ഒരാൾ സ്വന്തം ശവക്കുഴി കുഴിക്കുന്നത് കാണാം. ഡേവിഡിന്റെ സഹോദരൻ യുഎന്നിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടു. അവരുടെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. 660 ദിവസത്തെ തടവിനു ശേഷവും കുറഞ്ഞത് 18 ബന്ദികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് ഫ്രാൻസിനെയും യുകെയെയും വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ചിത്രങ്ങളെ പൈശാചികം എന്ന് വിളിച്ചു. വെടിനിർത്തൽ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും സംഘർഷം തുടരാൻ ഹമാസിന് പ്രോത്സാഹനങ്ങൾ നൽകിയെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. വെടിനിർത്തലില്ലാതെ ഗാസയിൽ സുരക്ഷിതമായി പ്രവർത്തിക്കാൻ കഴിയില്ലെന്ന് റെഡ് ക്രോസ് അറിയിച്ചു. അറബ് രാഷ്ട്രങ്ങളുടെയും ഇസ്രായേലിന്റെയും സാധ്യമായ പിന്തുണയോടെ യുഎസ് നേതൃത്വത്തിലുള്ള മാനുഷിക സഹായ സംരംഭം പരിഗണനയിലാണെന്ന് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. അനുബന്ധ സംഭവവികാസങ്ങളിൽ യുഎസ് ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കാണുകയും ചെയ്തു.